കൂപ്പകരങ്ങളോടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ വേദനയും നമ്മുടെ സങ്കടമൊക്കെ ഈ സ്നേഹവുമായി ബന്ധപ്പെടുത്തി തന്നെയല്ലേ ഉള്ളു. സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, സ്നേഹം കിട്ടേണ്ട ഇടങ്ങളിൽ നിന്നും സ്നേഹം നിഷേധിക്കപ്പെടുന്നു. ഇതിനെക്കുള്ള ഒത്തിരി ഭാരം നമ്മുടെ ഉള്ളിലുണ്ടാകാം. നമ്മുടെ കാലം നമ്മുടെ കൂടെ ആയിരിക്കുമെന്ന് വിചാരിച്ച ചിലരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയി, തള്ളിക്കളഞ്ഞു, നമ്മളോട് വഞ്ചന കാണിച്ചു, അവിശ്വസ്തത കാണിച്ചു. ഇതിൻ്റെയൊക്കെ വേദന ഉള്ളിലുണ്ടാകാം. ഇതാ ഇയാൾ താരയിൽ നിന്നും സ്നേഹം കരകവിഞ്ഞൊഴുകുകയാണ്. നിന്റെ സ്വകാര്യ ജീവിതത്തിൽ സ്നേഹത്തിൽ എവിടെയൊക്കെ മുറിവേറ്റിട്ടുണ്ടോ, ആ മുറിവുകളെല്ലാം ഉണക്കാൻ ഇതാ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സ്നേഹം നിന്നിലേക്ക് കരകവിഞ്ഞൊഴുകുന്ന സമയമാണ്. കരകവിഞ്ഞൊഴുകുകയാണ്. സ്നേഹത്തോടെ സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ തിരുരക്തം കൊണ്ട് നീ കഴുകണമേ. ഞങ്ങളുടെ ഇന്നലകളെ നീ കഴുകണം, ഞങ്ങളുടെ ഓർമ്മകളെ നീ കഴുകണം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വീഴ്ചകളെ ഇടർച്ചകളെല്ലാം നീ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളെയും കർത്താവേ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. കർത്താവ്, അതേ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം സാധ്യമാക്കുന്ന കരം. മാനുഷികമായ ബുദ്ധിയിലും ചിന്തയിലും അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളെ പോലും സാധ്യമാക്കി തരാൻ കഴിയുള്ള നിന്റെ കരം, നിന്റെ വലത് കരം കർത്താവേ ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അനന്തമായ കരുണയാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ യോഗ്യതകളൊന്നും അല്ല ഇവിടെ പ്രശ്നം, നമ്മുടെ വീഴ്ചകളൊന്നും അല്ല പ്രശ്നം, നമ്മൾ ഇന്നലകളിൽ ഇടറിപ്പോയോ പാപത്തിലാണോ ആയിരുന്നതെന്നല്ല. ഈ നിമിഷം ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ സർവ്വതും പുനരുദ്ധരിക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. നിന്റെ സകല വിഷയങ്ങളുടെ മേലും ഇടപെടാൻ നിന്റെ ദൈവത്തിന് സാധ്യമാണെന്ന് അവിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. നമുക്കുണ്ടല്ലോ മക്കളെ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങൾ, കർത്താവിൻ്റെ കരുണ വെളിപ്പെട്ട് കിട്ടേണ്ട വിഷയങ്ങൾ. നമ്മളിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളിലും നമ്മുടെ വരുമാന മാർഗങ്ങളിലും ജോലി മേഖലകളിലൊക്കെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളായിരിക്കാം. ആ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്ത് എന്നിട്ട് എൻ്റെ ദൈവമേ, എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന് പറ. ദൈവമേ, നിന്റെ സ്നേഹം എൻ്റെ മേൽ ചൊരിയണമേ എന്ന് പറ. കർത്താവേ, നിന്റെ അനന്തമായ അത്ഭുതം ചെയ്യുന്ന അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന നിന്റെ ശക്തമായ വലതുകരം ഇപ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും നീട്ടണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കർത്താവിൻ്റെ വലിയ കരുണ എൻ്റെ മേൽ ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിൻ്റെ ശക്തമായ സ്നേഹം എൻ്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മുട്ടുമേലായിരുന്ന് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.